+2 അക്കൗണ്ടൻസിയിലെ ഫൈനൽ എക്സാമിന് ഉറപ്പായും വരുന്ന ചില ചോദ്യങ്ങൾ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. വെൽക്കം ടു എഡ്യൂബോർഡ്, മൈസെൽഫ് ഹംസത്ത് ലിബാൻ AK. സോ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിലെ ഷുവർ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യ ചോദ്യം ഇതാണ്: റിട്ടയറിംഗ് പാർട്ട്ണർ ഈസ് നോട്ട് ലയബിൾ ഫോർ. റിട്ടയർ ചെയ്യുന്ന ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരുപാട് പാർട്ട്നേഴ്സ് ഉണ്ടാകും. അതിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുകയാണെങ്കിൽ പുള്ളിക്ക് ഡാഷ് കാര്യത്തിന് ഉത്തരവാദിത്തം ഉണ്ടാകുന്നതല്ല. എന്താണ് ആ ഡാഷ് കാര്യം നോക്കാം. ദ ലോസസ് ഓഫ് ദ ഫേം. ഫേമിന്റെ ലോസിന് പുള്ളിക്കാരന് ഉത്തരവാദിത്തമുണ്ട്. ദ ലോസസ് ഓഫ് ദ ഫേം ടിൽ ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ്. പുള്ളിക്കാരൻ റിട്ടയർ ചെയ്യുന്നത് വരെയും എന്തുണ്ട്? ആ ലോസസിന് പുള്ളിക്കാരന് അധികാരമല്ല, അതിന് ഉത്തരവാദിത്തമുണ്ട്. ദ ലോസസ് അറ്റ് ദ ടൈം ഓഫ് ഹിസ് റിട്ടയർമെന്റ്. പുള്ളിക്കാരൻ റിട്ടയർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ലോസ് വന്നാൽ അതിനും പുള്ളിക്കാരന് ഉത്തരവാദിത്തമുണ്ട്. ദ ലോസസ് ആഫ്റ്റർ. ലോസ് പുള്ളിക്കാരൻ റിട്ടയർ ചെയ്തതിന് ശേഷം എന്തെങ്കിലും ലോസ് വന്നാൽ അതിന് പുള്ളിക്കാരന് ഉത്തരവാദിത്തം ഇല്ല എന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. സോ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ദ ലോസസ് ആഫ്റ്റർ ഹിസ് റിട്ടയർമെന്റ് ആണ്. ഇഫ് ദ ഫേം ഈസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു പേ ദ എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് പാർട്ണർ. റിട്ടയർ ചെയ്യുന്ന പാർട്ണർക്ക് കൊടുക്കാനുള്ള തുക അത് നമ്മുടെ ബിസിനസിന്റെ കയ്യിൽ ഇല്ലെങ്കിൽ ആ പൈസ, ആ ഒരു എമൗണ്ട് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു. നമ്മുടെ ഒരു പാർട്ണർക്ക് കൊടുക്കാനുള്ള തുക നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് എങ്ങോട്ടേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും? വളരെ സിമ്പിൾ ആണ്. റിട്ടയറിംഗ് പാർട്ണറുടെ ലോൺ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ആ ക്യാപിറ്റൽ അക്കൗണ്ട് അഥവാ റിട്ടയറിംഗ് പാർട്ണർക്ക് കൊടുക്കാനുള്ള പണം അത് എവിടെ ഉണ്ടാകും? ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാകും. ആ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് ആണ് ഈ പാർട്ണർക്ക് കൊടുക്കാനുള്ള തുക. ആ തുക എന്ത് ചെയ്യണം? നമ്മൾ നേരെ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അടുത്ത ചോദ്യം: ഗുഡ് വിൽ ഈസ് ടു ബി കോൺട്രിബ്യൂട്ടഡ് ബൈ എക്സിസ്റ്റിംഗ് പാർട്ണർ ടു റിട്ടയറിംഗ് പാർട്ണർ. അഥവാ ഒരു പാർട്ണർ റിട്ടയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള പാർട്ട്നേഴ്സ് എന്ത് ചെയ്യണം? പുള്ളിക്കാരന് ഗുഡ് വിൽ കൊണ്ടുവന്ന് കൊടുക്കണം. ഏത് റേഷ്യോയിലാണ്? അവരുടെ ഗെയിനിങ് റേഷ്യോയിലാണ് എന്ത് ചെയ്യേണ്ടത്? ഗുഡ് വിൽ കൊടുക്കേണ്ടത്. ഒരു പാർട്ണർ മരിക്കുകയാണെങ്കിൽ ഇൻ കേസ് ഓഫ് ഡെത്ത് ദ എമൗണ്ട് ഡ്യൂ ടു ഡിസീസ് പാർട്ണർ, അതാ ഡിസീസ് ചെയ്തിട്ടുള്ള മരിച്ചുപോയ പാർട്ണർ ഉണ്ടല്ലോ, ആ പാർട്ണർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് അയാളുടെ ലോൺ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ശരിക്കും ലോൺ അക്കൗണ്ടിലേക്കാണ്. പക്ഷേ എങ്ങനത്തെ ലോൺ അക്കൗണ്ടിലേക്കാണ്? റിട്ടയറിംഗ് പാർട്ണർ പുള്ളിക്കാരൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാവില്ല, കാരണം പുള്ളിക്കാരൻ മരിച്ചുപോയി. റിട്ടയറിംഗ് പാർട്ണേഴ്സ് ലോൺ അക്കൗണ്ട്, റിട്ടയർ ചെയ്ത പാർട്ണർ അല്ല, മരിച്ചുപോയതാണ്. അപ്പോൾ പിന്നെ അയാൾക്ക് എന്തില്ല? ലോൺ അക്കൗണ്ട് ഉണ്ടാവില്ല. ഓൾ ദ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, എല്ലാ പാർട്ണേഴ്സിനും ക്യാപിറ്റൽ അക്കൗണ്ട് അല്ല. ഡിസീസ്ഡ് പാർട്ണേഴ്സ് എക്സിക്യൂട്ടീവ് അക്കൗണ്ട്. എന്താണ് ഡിസീസ്ഡ് പാർട്ണർ? ഡിസീസ്ഡ് പാർട്ണർ എന്ന് പറഞ്ഞാൽ എന്താ? മരിച്ചുപോയ പാർട്ണർ ഉണ്ടാകും. ആ പാർട്ണറുടെ എക്സിക്യൂട്ടീവ് അഥവാ പുള്ളിക്ക് ശേഷം ആരാണോ പുള്ളിക്കാരൻ അനന്തരാവകാശം ആർക്കാണോ പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എക്സും വൈയും സെഡും പാർട്ട്നേഴ്സ് ആണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2:1 ആണ്. സെഡ് റിട്ടയർ ചെയ്തു. സെഡ് റിട്ടയർ ചെയ്യുമ്പോൾ എക്സും വൈയും എന്ത് ചെയ്തു? അവരുടെ റേഷ്യോ 7:5 ആക്കി മാറ്റി. സോ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. ഇങ്ങനെ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. ഗെയിനിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ആണ്. ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ആണ്. സോ വളരെ സിമ്പിളാണ്. ഓൾഡ് റേഷ്യോ എന്താണ്? നമ്മുടെ എക്സിൻ്റെയും വൈയുടെയും ഓൾഡ് റേഷ്യോ കാണാമെന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. എന്താ ഓൾഡ് റേഷ്യോ? എക്സിൻ്റെയും വൈൻ്റെയും ഓൾഡ് റേഷ്യോ നോക്കാം. 3:2:1 ആകുമ്പോൾ 3/6, 2/6, 1/6. ഇതാണ് ഓൾഡ് റേഷ്യോ. അപ്പോൾ ന്യൂ റേഷ്യോ, ഓൾഡ് റേഷ്യോ ഇതാണ്. ന്യൂ റേഷ്യോ എന്താണ്? ന്യൂ റേഷ്യോ ഈക്വൽ ടു 7:5 ആകുമ്പോൾ 7/12ഉം 5/12 ആണ്. സോ ഓൾഡ് റേഷ്യോ കാണാം 3/6, 2/6, 1/6. ന്യൂ റേഷ്യോ 7/12, 5/12. എന്ത് ചെയ്യണം? ഈ ന്യൂ റേഷ്യോ ഓൾഡ് റേഷ്യോ മൈനസ് ചെയ്യണം. സോ നമ്മുടെ എക്സിൻ്റെ എങ്ങനെ കാണാൻ പറ്റും? എക്സിൻ്റെ ന്യൂ റേഷ്യോ എങ്ങനെ കാണാം? 7/12 ആണ് ഇവൻ്റെ ന്യൂ റേഷ്യോ. 7/12 മൈനസ് ഓൾഡ് റേഷ്യോ ആയ 3/6. സോ 7/12 മൈനസ് 3/6 എത്രയാണ്? ഈസ് ഈക്വൽ ടു 1/12 ആണ്. അതെങ്ങനെ കിട്ടുക? 6 × 7 എത്ര കിട്ടും? അത് നമുക്ക് മറ്റൊരു രീതിയിലും കാണാൻ പറ്റും. എങ്ങനെ? 6 × 7 എന്ന് പറയുമ്പോൾ 35, 42 മൈനസ് 12 × 3 36 ബൈ 12 × 6 72 ഈസ് ഈക്വൽ ടു 6/72. 6/72 എന്ന് പറഞ്ഞാൽ രണ്ടിനെയും നമുക്ക് എന്ത് ചെയ്യാം? എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 6/6 ഈസ് ഈക്വൽ ടു 1. 72/6 ഈസ് ഈക്വൽ ടു 12. സോ 1/12 കണ്ടോ? 1/12 ആണ് ആൻസർ. ഇനി മറ്റേത് എന്താണ്? 5/12 ആണ് വൈൻ്റെ ന്യൂ റേഷ്യോ. 5/12 മൈനസ് 2/6 ആണ് ഓൾഡ് റേഷ്യോ. മൈനസ് 2/6. അതെങ്ങനെ കാണാം? 5 × 6 30 മൈനസ് 12 × 2 24 ബൈ 6. 12 × 6 എത്രയാടാ? 72 ഈസ് ഈക്വൽ ടു 6/72. അപ്പം 6/72 6/72/6. 6/6 എത്ര? 1. 72/6 എത്ര? 12. സോ 1/12 കണ്ടോ? രണ്ടിൻ്റെയും ആൻസർ 1/12. അപ്പം
റേഷ്യോ എന്താ 1:1. രണ്ട് പേർക്കും ഈക്വൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഗെയിനിങ് റേഷ്യോ ഗെയിൻ ചെയ്യുന്നത് 1/12 ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ABC ആർ പാർട്ട്നർ ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ 5:3:2. 5:3:2 ആണ്. അപ്പോൾ എന്താ റേഷ്യോ വരുന്നത് 5/10 3/10 2/10 ആണ് കേട്ടോ. സോ സി റിട്ടയർ ചെയ്തു, അഥവാ 2/10 ഷെയറിൽ സി റിട്ടയർ ചെയ്തു. ആൻഡ് ദ ഗുഡ് വിൽ ഈസ് 40,000. അപ്പോൾ 40,000 ആണ് ഗുഡ് വിൽ അല്ലേ? അപ്പോൾ സിയുടെ ഷെയർ എത്ര? സിയുടെ ഷെയർ 2/10 അല്ലേ? ഇൻറ്റു 2/10 = 8,000. 8,000 ആണ് എന്തുള്ളത് നമ്മുടെ സിയുടെ ഗുഡ് വില്ലിൻ്റെ ഷെയർ. ഗീവ് ദ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ദ ഫേം റിഗാർഡിംഗ് ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ. ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെന്റ് എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. സിമ്പിൾ ആണ്. എന്താണ് ഗെയിനിങ് പാർട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ആരാ ഗെയിനിങ് പാർട്ണർ? എയും ബിക്കും അല്ലേ? സി റിട്ടയർ ചെയ്യുമ്പോൾ എയും ബിക്കും അല്ലേ ഇത് കിട്ടുക. സോ എയുടെയും ബിയുടെയും ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യണം, സിയുടെ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യണം. സോ ഏത് റേഷ്യോയാണ് ഇവരെ ക്രെഡിറ്റ് ചെയ്യേണ്ടത്, ഡെബിറ്റ് ചെയ്യേണ്ടത്? ഇവരുടെ ഗെയിനിങ് റേഷ്യോ 5:3 ആണ്. 5:3. അപ്പം 8,000 × 5/8 8,000 × 3/8 എങ്ങനെ കിട്ടുക? സിമ്പിൾ ആണ്. 5,000 3,000. സോ 5,000 എ കൊണ്ടുവരണം, 3,000 ബി കൊണ്ടുവരണം. സോ റേഷ്യോ എങ്ങനെയാണ്? എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് 5,000, ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട് 3,000 ടു സീസ് ക്യാപിറ്റൽ 8,000. ഓക്കെ അല്ലേ മക്കളെ? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ അടുത്ത ചോദ്യം? എ ബി ആൻഡ് സി വർ പാർട്ട്നേഴ്സ്. 3 പേര് പാർട്ട്നേഴ്സ് ആണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:5:7 ആണ്. സി റിട്ടയർസ് ആൻഡ് ഷെയർ ഈസ് ടേക്കൺ ബൈ എ ആൻഡ് ബി ഇൻ ദ റേഷ്യോ 3:2. ഇവിടെ ന്യൂ റേഷ്യോ കാണണം. അപ്പം 3ഉം 5ഉം 7ഉം ആണ്. 3:5:7 എന്ന് പറയുമ്പോൾ 3/15 5/15 7/15 ആണ് അല്ലേ? 15 ഷെയർ 7/17 അല്ല 7/15. അപ്പം പുതിയ പാർട്ട്ണർ എന്ന് പറയുമ്പം സി ആണ് റിട്ടയർ ചെയ്യുന്നത്, അഥവാ 7 റേഷ്യോ ഉള്ള 7/15 ഷെയറിൽ സി റിട്ടയർ ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ്റെ ഷെയർ എയും ബിയും എങ്ങനെ 3:2 എടുത്തല്ലേ? 3:2. 3:2 എന്ന് പറയുമ്പോൾ 3/5ഉം 2/5 അല്ലേ? സോ 3/5 2/5. അപ്പം ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. സോ 7/15 × 3/5 എത്ര വരെടാ? 21/75 വരും. അതുപോലെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 × 2 എത്രടാ? 14/15 × 5 എത്ര? 75. ഇപ്പുറത്ത് ഇതേപോലെ തന്നെ 7 × 3 21 15 × 5 75. അപ്പം ഇവർക്ക് സിയുടെ റേഷ്യോ 21/75ഉം 14/75 ആണ് ആർക്കുള്ളത്? നമ്മുടെ എക്കും ബിക്കും കൊടുക്കേണ്ടത്. സോ ഇതാണ് സിയുടെ ഷെയർ. സിയുടെ ഷെയർ എ എടുത്തത് ഇത്രയും, ബി എടുത്തത് ഇത്രയും. അഥവാ എ ഇത്ര ഷെയർ സീൻ്റെ അടുത്ത് എടുത്തു, ബി സീൻ്റെ അടുത്ത് ഇത്ര ഷെയർ എടുത്തു. അപ്പം അവരുടെ സീൻ്റെ അടുത്ത് കിട്ടിയ ഷെയറും അവരുടെ ഓൾഡ് ഷെയർ എത്ര? 3/15. ഇവിടെ 5/15. ഇത് രണ്ടും ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഇവരുടെ ന്യൂ ഷെയർ കിട്ടും. സോ ഈ സീക്വൽ ടു അത് എങ്ങനെ കാണാൻ പറ്റും? 3 നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 21 + 36/75 ആണ്. അതൊരു മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈസിലി 15 × 21 + 75 × 3/75 × 15 അത് ചെയ്ത് നോക്കാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഞാനിവിടെ സിമ്പിൾ മെത്തേഡാണ് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് ഇവിടെ നോക്കുമ്പോൾ 25 39/75 ആണ് ആൻസർ. സോ 36:39 ആണ് ആൻസർ വരുന്നത്. ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ ഈ 3/15 ഉണ്ടല്ലോ, ഇത് നമുക്ക് എന്ത് ചെയ്യാം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അഥവാ നമ്മൾ ഈ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഇവിടുന്ന് ആഡ് ചെയ്യുന്ന സ്റ്റെപ്പ് ഉണ്ടല്ലോ, 3/15 നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 × 5 15 15 × 5 എത്ര? 75. അപ്പം 15/75 + 21/75 ഇത് രണ്ടും ഡയറക്റ്റ് ആഡ് ചെയ്യാം. 15 + 21 എത്ര? 36/75. കണ്ടോ? ഇനി ഇവിടെ നോക്കാം. 5/15 അല്ലേ? ഇൻറ്റു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താവും? ഇവിടെ 25 ആകും, ഇവിടെ 75 ആകും. 25/75. അപ്പം 25 + 14 എത്ര? 39. 75 ഇവിടെ താഴെയും. അതാണ് ഈസി മെത്തേഡ്. ചിലപ്പം ആ ഒരു മെത്തേഡ് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓൾഡ് മെത്തേഡ് ക്രോസ് മൾട്ടിപ്ലിക്കേഷനിൽ എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ എന്ത് ചെയ്തു? ന്യൂ റേഷ്യോ ഇവിടെ കണ്ടു. അഥവാ 36:39 ആണ്. ഈ 36 നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? 13/36 അഥവാ എത്ര കിട്ടും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 36/3 എത്ര? 12. 39/3 എത്ര? 13 ആണ്. സോ 12:13 ആണ് യഥാർത്ഥ ആൻസർ. നെക്സ്റ്റ് നോക്കാം. എന്താണ്? എക്സ് ആൻഡ് വൈ ആൻഡ് സെഡ് ആർ പാർട്ട്നേഴ്സ്. 3 ആൾക്കാർ പാർട്ട്നേഴ്സാണ്. വൈ റിട്ടയർ ചെയ്തു ഫ്രം എന്നാണ്? 1 ജനുവരി 2022 റിട്ടയർ ചെയ്തത്. ആ ഡേറ്റിൽ 6,000 അദ്ദേഹത്തിന് ഡ്യൂ ഉണ്ട്. അഥവാ 60,000 രൂപ നമ്മുടെ സെഡിന് കിട്ടാനുണ്ട് അല്ലേ? വൈക്ക് ലഭിക്കാനുണ്ട്. സോ എക്സും വൈയും എന്ത് ചെയ്തു? അത് 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. 3 ഈക്വൽ അല്ലേ? ഈ 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഓരോ വർഷവും 12% ഇൻട്രസ്റ്റും കൊടുക്കാമെന്ന് പറഞ്ഞു. സോ അങ്ങനെയാണെങ്കിൽ ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. എങ്ങനെ ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം? സോ ഇവിടെ എന്താ പറഞ്ഞത്?
3 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റും പ്ലസ് ഇൻട്രസ്റ്റും കൊടുക്കാമെന്നാണ് പറഞ്ഞത്. സോ നമുക്ക് നോക്കാം. 3 ഇൻസ്റ്റാൾമെൻറ്റ് ആകുമ്പോൾ 60,000/3 ഓരോ വർഷവും 20,000 കൊടുക്കും. പിന്നെ എന്തുണ്ട് 12% ഇൻട്രസ്റ്റും കൊടുക്കുമല്ലേ. സോ അപ്പോൾ ഇൻട്രസ്റ്റ് നമ്മൾ കാണണം. സോ 20,000 പ്ലസ് ഇൻട്രസ്റ്റ് കൊടുക്കുക. അപ്പം ഓരോ വർഷവും എമൗണ്ട് മാറിക്കൊണ്ടിരിക്കും. ഓരോ വർഷം 20,000 കൊടുക്കും, അതോടൊപ്പം തന്നെ എന്തും കൊടുക്കും, ഇൻട്രസ്റ്റും കൊടുക്കുന്നുണ്ട് അല്ലേ. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഫസ്റ്റത്തെ വർഷം അഥവാ 2002 പുള്ളിക്കാരൻ റിട്ടയർ ചെയ്യുന്നത് അല്ലേ. സോ 1 ജാനുവരി 2002 എന്താണ് വൈയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ള 60,000 ബാലൻസ് നമ്മൾ എന്ത് ചെയ്തു, ലോൺ അക്കൗണ്ടിലേക്ക് അല്ലേ, വൈയുടെ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ലോൺ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്തു, നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു അല്ലേ. ഓ ഇതെന്തെങ്ങനെ ഓക്കെ, ഐ തിങ്ക് എന്തോ ഒരു ചെറിയൊരു എറർ വന്നതാണ്, സീനാക്കണ്ട, ഇപ്പം തീർത്തരാം. വൈസ് ലോൺ അക്കൗണ്ട് അല്ലേ, വൈയുടെ ലോൺ അക്കൗണ്ടാണ് കേട്ടോ. അപ്പോൾ വൈയുടെ ലോൺ അക്കൗണ്ടിൽ വൈസ് ക്യാപിറ്റലിൽ 60,000 രൂപ വന്നു അല്ലേ. 60,000 വൈൻ്റെ ക്യാപിറ്റലിലെ ബാലൻസ്. ആ വർഷം അവസാനം അഥവാ ജാനുവരി 1 60,000 ഉള്ളത്. ഒരു വർഷം കഴിയുമ്പോൾ ഡിസംബർ 31 ആകുമ്പോൾ എന്താകും, അതിന് ഇൻട്രസ്റ്റ് വേണ്ടേ. സോ 60,000 ഇൻറ്റു 12/100 എത്രയാടാ, 7,200. ആ വർഷത്തെ ഇൻട്രസ്റ്റ് 7,200. അപ്പം 60,000 7,200 കൂട്ടുമ്പം 67,200 ഉണ്ടാകും. 67,200 ഫസ്റ്റത്തെ വർഷത്തെ മൊത്തം കൊടുക്കാനുള്ള എമൗണ്ട്. അത് നമ്മൾ എത്ര കൊടുക്കുന്നത്, 20,000 ഒരു വർഷം കൊടുക്കും പ്ലസ് ഇൻട്രസ്റ്റും അല്ലേ. സോ ആ വർഷം നമ്മൾ 20,000 കൊടുത്തു പ്ലസ് ഇൻട്രസ്റ്റ് 7,200 അല്ലേ. സോ പ്ലസ് 7,200 മൊത്തം 27,200. ടോട്ടലും എത്ര ഉണ്ടാകും, ഇവിടെ 67,200 അതിൽ നിന്ന് ഈ 27,200 മൈനസ് ചെയ്താൽ ബാക്കി 40,000 ഉണ്ടാകും അല്ലേ. അഥവാ ഇൻട്രസ്റ്റ് ഓൾറെഡി കൊടുക്കും, ശരിക്കും കൊടുക്കാനുള്ളത് 60,000 പ്ലസ് ഇൻട്രസ്റ്റും. സോ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കും, അതിന് പുറമെ ഇതിൻ്റെ 20,000 കൊടുക്കുകയും ചെയ്യും. അപ്പം 60,000 20 കുറച്ചാൽ ബാക്കി 40, അതാണ് നമുക്ക് ബാലൻസ് ഉണ്ടാവുക. അപ്പോൾ 2003 എത്ര ബാലൻസ് ഉണ്ടാകും, 40,000 ബാലൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് എത്ര, 40,000 ഇൻറ്റു 12/100 എത്ര ഉണ്ടാകും, 4,800 ഉണ്ടാകും അല്ലേ. അപ്പോൾ 40,000 പ്ലസ് 4,800 44,800 ഉണ്ടാവും. ഈ 44,800 എത്രയാണ് നമ്മൾ എമൗണ്ട് കൊടുക്കുന്നത്, നമുക്ക് പുള്ളിക്കാരൻ എത്ര എമൗണ്ട് കൊടുക്കും, 20,000 കൊടുക്കും പ്ലസ് ഇൻട്രസ്റ്റും അല്ലേ. സോ 20,000 പ്ലസ് 4,800 ഇൻട്രസ്റ്റ് 24,800 ഉണ്ടാകും. 24,800 മൈനസ് ചെയ്താൽ ബാക്കി എത്ര ഉണ്ടാകും, 20,000 ഉണ്ടാകും. സോ രണ്ടാമത്തെ വർഷം ഈ 40,000 20,000 കുറച്ചാൽ ബാക്കി 20,000 ഉണ്ടാകും. അങ്ങനെ അവസാന വർഷം ബാലൻസ് 2004 ബാലൻസ് എത്ര ഉണ്ടാകും, ജനുവരി 1 20,000 ഉണ്ടാകും. അതിന് ഇൻട്രസ്റ്റ് എങ്ങനെ കാണാം, 20,000 ഇൻറ്റു 12/100 ഉണ്ടാകൂടാ, ഈ 2,400 ഉണ്ടാകും. മൊത്തം 22,400. മൂന്നാമത്തെ വർഷം സെയിം തന്നെ, അഥവാ 20,000 കൊടുക്കും പ്ലസ് ആ ഇൻട്രസ്റ്റ് 2,400 കൊടുക്കും. അപ്പം 22,400. അഥവാ അവസാന വർഷം എത്രയാണോ ബാലൻസ് അത് മുഴുവൻ കൊടുത്ത് തീർത്തു. അതോടുകൂടി എന്തായി, നമ്മുടെ ലോൺ അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. അഥവാ വൈക്ക് കൊടുക്കാനുള്ള എമൗണ്ട് 3 വർഷം കൊണ്ട് ഇൻട്രസ്റ്റ് അടക്കം നമ്മൾ എന്ത് ചെയ്തു, കൊടുത്ത് തീർത്തു. ഈ ലോൺ അക്കൗണ്ട് മോസ്റ്റ് പ്രോബബ്ലി വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതോടൊപ്പം തന്നെ വരാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, അത് ഡിസ്കസ് ചെയ്യാം. എന്താണ്, യെസ്, PQNR. പിയും ക്യൂവും ആറും പാർട്ട്നേഴ്സാണ്. അവിടെ എന്ത് ചെയ്തു, ക്യൂ റിട്ടയർ ചെയ്തു. ഓൺ ഹിസ് ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് 60,000 ഫൗണ്ട് ബാലൻസ് ഇൻ ദ ജനറൽ റിസർവ്, റൈറ്റ് ദ ജേണൽ എൻട്രി. 60,000 എന്നിട്ട് ജനറൽ റിസർവിൽ ബാലൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്യണം. സോ ഇവിടെ ക്വസ്റ്റ്യൻ ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ലെങ്കിൽ എന്താ അർത്ഥം, ഇവർ ഈക്വലി പാർട്ട്നേഴ്സ് ആണ് അർത്ഥം. ഈക്വലി പാർട്ട്നേഴ്സാണ്, 1:1 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, ജനറൽ റിസർവ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും ഷെയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ എന്താ എൻട്രി വരിക, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് എത്രയുള്ളത്, 60,000 ടു ആർക്കാണ്, ടു പീസ് ക്യാപിറ്റൽ, ടു ക്യൂസ് ക്യാപിറ്റൽ, ടു ആർസ് ക്യാപിറ്റൽ. എന്താണ്, 3 ആൾക്കാർ ക്യാപിറ്റലിലേക്ക് എത്ര ഈക്വൽ ആകുമ്പം 20,000 20,000 എന്ത് ചെയ്തു, 3 ആൾക്കാർ ഷെയറിലേക്കും ക്യാപിറ്റലിലേക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ആ ജനറൽ റിസർവ് എന്ത് ചെയ്തു, അവിടെ ഇല്ലാതെയാക്കി. അവസാന ചോദ്യത്തിലേക്ക് കടക്കാൻ, എന്താണ്, XYZ ആർ പാർട്ട്നേഴ്സ്. 3 ആൾക്കാർ എന്താണ്, പാർട്ട്നേഴ്സ് ആണ്, എക്സും വൈയും സെറ്റും. സോ നോക്കാം, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2:1, 3:2:1 ആണ് കേട്ടോ. എക്സ് ഡൈറ്റ് എന്ന് October 1, 2016 എക്സ് മരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ഇറ്റ് വാസ് അഗ്രീഡ് ബിറ്റ്വീൻ എക്സിക്യൂട്ടേഴ്സ്, അഥവാ എക്സിൻ്റെ എക്സിക്യൂട്ടേഴ്സും അതുപോലെ ബാക്കിയുള്ള പാർട്ട്നേഴ്സും. എക്സിൻ്റെ എക്സിക്യൂട്ടേഴ്സ് എന്താ, എക്സിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് എക്സിൻ്റെ എക്സിക്യൂട്ടേഴ്സ് ഉദ്ദേശിക്കുന്നത്. അവർ തമ്മിലൊരു ഡീലിലെത്തി. എന്താണ്, ഗുഡ് വില്ല് കാണണം. 2 വർഷത്തെ പർച്ചേസ് ഇയറിൽ ഗുഡ് വില്ല് കാണണം. അതെന്ത് ചെയ്യണം, എക്സിന് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പം ഗുഡ് വില്ല് എന്ത് ബേസിലാണ് കാണേണ്ടത്, ആവറേജ് പ്രോഫിറ്റ് ഓഫ് 5 years, അവസാന 5 വർഷത്തെ പ്രോഫിറ്റിൻ്റെ ആവറേജ് വെച്ചിട്ടാണ് ഗുഡ് വില്ല് കാണേണ്ടത്. സോ ക്വസ്റ്റ്യൻ തന്നെ പറയുന്നുണ്ട്, ആവറേജ് പ്രോഫിറ്റ് ഫോർ പാസ്റ്റ് 5 years എത്രയാണ്, 30,000 ആണ്. അപ്പം 30,000 ആണ് ആവറേജ് പ്രോഫിറ്റ്. 30,000 ഇൻറ്റു 2 ആണ് ഗുഡ് വില്ല്, 2 വർഷത്തെ പർച്ചേസ് ഇയർ അല്ലേ. സോ 60,000 ആണ് എന്ത്, നമ്മുടെ ഗുഡ് വിൽ ടോട്ടൽ വരുന്നത്.
മെഷീനറി 12,000 ഡിപ്രിസിയേറ്റ് ചെയ്യണം, ബിൽഡിംഗ് എന്ത് ചെയ്യണം 24,000 അപ്രിസിയേറ്റ് ചെയ്യണം. അപ്പോൾ മെഷീനറി കുറയ്ക്കുകയും വേണം, ബിൽഡിംഗ് അപ്രിസിയേറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ റീവാലുവേഷൻ സംഭവിക്കും. എത്ര 12,000 24,000 12,000 കുറയുകയും 24 കൂടുകയും ചെയ്യുമ്പം 12,000 ഡിഫറൻസ് ഉള്ളത്. അപ്പം റീവാലുവേഷൻ പ്രോഫിറ്റ് എത്ര ഉണ്ടാകും 12,000 എന്നുണ്ട് റീവാലുവേഷൻ പ്രോഫിറ്റ് ഉണ്ട്. നെക്സ്റ്റ് എന്താ ഉള്ളത്, ഒരു കാര്യം കൂടി ഉണ്ട്, പ്രോഫിറ്റ് ഫോർ ദ ഇയർ 2016-17. അപ്പം ഇയാൾ എക്സ് മരിച്ച വർഷത്തെ പ്രോഫിറ്റ് എത്രയാണ്, കഴിഞ്ഞ വർഷത്തെ അതേ പ്രോഫിറ്റ് ആയിട്ടാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് എത്ര 36,000 തന്നിട്ടുണ്ട്. അപ്പം ഈ 36,000 നിന്ന് എക്സിൻ്റെ ഷെയർ എത്ര 3/6 അല്ലേ. എക്സിൻ്റെ ഷെയറിൽ നിന്ന് എത്ര കിട്ടണം, അപ് ടു ഒക്ടോബർ വരെ മാത്രം കിട്ടിയാൽ മതി, ഒക്ടോബറിന് ശേഷം കിട്ടേണ്ട ആവശ്യമില്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 12%. അപ്പം 12% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്. ക്യാപിറ്റൽ എത്രയാണ് 60,000 ക്യാപിറ്റൽ ഉള്ളതല്ലോ. സോ 60,000-ൻ്റെ 12% ഇൻട്രസ്റ്റ് കൊടുക്കണം. അതുപോലെ ക്യാപിറ്റൽ ബാലൻസ് ഓൾറെഡി എക്സിനുള്ളതല്ലേ. സോ നമുക്ക് നോക്കാം, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ് ഉണ്ട്. എന്താണ് 24,000 അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്, അഥവാ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട്. ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആണ്. സോ പ്രോഫിറ്റ് എക്സിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പം ഈ എമൗണ്ടുകളൊക്കെ എന്താണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് നമ്മുടെ ക്യാപിറ്റലിൻ്റെ ബാലൻസ് എത്ര 60,000 അല്ലെ. ക്യാപിറ്റൽ ബാലൻസ് 60,000 ട്രാൻസ്ഫർ ചെയ്യാം. സോ എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ 60,000. നെക്സ്റ്റ് എന്താ ഗുഡ് വിൽ ഉണ്ട്. ഗുഡ് വിൽ എങ്ങനെ കാണാം 60,000 ഗുഡ് വിൽ. ഈ 60,000-ൻ്റെ എത്ര പോർഷൻ 3/6, അഥവാ 60,000 ഇൻറ്റു 3/6 എത്ര 30,000. അപ്പം 60,000-ൻ്റെ പകുതി ആർക്കുള്ളതാ എക്സിനുള്ളതാ. അപ്പോൾ ഈ ഗുഡ് വിൽ ആരാ തരേണ്ടത്, ഗുഡ് വിൽ നേരെ കിട്ടാൻ പറ്റില്ലല്ലോ. സോ ഗുഡ് വിൽ എങ്ങനെ കിട്ടുക, ഗുഡ് വില്ലിൻ്റെ റേഷ്യോ 30,000 ഇവിടെ നമ്മുടെ പാർട്ട്നേഴ്സായ വൈയും സെറ്റും 2:1 കൊടുക്കേണ്ടത്. അപ്പോൾ 30,000 ഇൻറ്റു 2:1 എത്രയാണ് 2 എന്ന് പറയുമ്പം 20,000, 1 എന്ന് പറയുമ്പം 10,000. അപ്പം വൈൻ്റെ ക്യാപിറ്റൽ 20,000-ഉം സെറ്റിൻ്റെ ക്യാപിറ്റൽ 10,000-ഉം ഗുഡ് വില്ലായിട്ട് വന്നു. നെക്സ്റ്റ് എന്താണുള്ളത്, റീവാലുവേഷൻ ഉണ്ട്. എത്രയാണ് റീവാലുവേഷൻ 12,000 റീവാലുവേഷൻ പ്രോഫിറ്റ് ഇല്ലേ. 24,000 കൂടി 12,000 കുറഞ്ഞു, അപ്പോൾ ഡിഫറൻസ് 12,000 അല്ലേ. സോ 12,000 റീവാലുവേഷൻ പ്രോഫിറ്റ് ഉണ്ട്. ആ റീവാലുവേഷൻ പ്രോഫിറ്റ് എത്ര പെർസെൻറ്റേജ് കിട്ടും, പകുതിയിലെ 12,000 ഇൻറ്റു 12,000 ആണ് മൊത്തം ഉള്ളത് അല്ലേ. 12,000 അതിൻ്റെ എക്സിൻ്റെ ഷെയർ എത്ര 12,000 ഇൻറ്റു 3/6 എത്ര വരും 6,000 ആണ് റീവാലുവേഷൻ്റെ പ്രോഫിറ്റ്. സോ 6,000 റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് നമ്മുടെ ആർക്ക് കിട്ടും, നമ്മുടെ എക്സിൻ്റെ അക്കൗണ്ടിലേക്ക് വരും 6,000 റീവാലുവേഷൻ പ്രോഫിറ്റ്. നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടാകും അല്ലേ. 36,000 പ്രോഫിറ്റ് ഉണ്ട്. ആ 36,000-ൻ്റെ എത്ര പെർസെൻറ്റേജ് കിട്ടും, 36,000 ഇൻറ്റു 6/12. എന്താ 6/12 ഒക്ടോബർ വരെ ഉള്ളൂ അല്ലേ. അപ്പം ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ, ഒക്ടോബർ കൂട്ടോ ഇല്ല. അപ്പോൾ 6 മാസം എന്ന് പറയുമ്പം 6/12 12 മാസത്തിൽ 6 മാസം ഇൻറ്റു 3/6, അഥവാ 3/6 ആണ് എക്സിൻ്റെ ഷെയർ. 36,000 ഇൻറ്റു 6/12 ഇൻറ്റു 3/6 എത്രയാണ് 9,000 ആണ് നമ്മുടെ എക്സിന് ഉണ്ടാവുക. സോ പ്രോഫിറ്റ് ആൻഡ് സസ്പെൻസ് അക്കൗണ്ട്, അതിൻ്റെ സസ്പെൻസ് അക്കൗണ്ട് ഒരു വർഷത്തിൻ്റെ മിഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ അതിന് സസ്പെൻസ് അക്കൗണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്. എത്ര 12% അല്ലേ. സോ 60,000 ആണ് ക്യാപിറ്റൽ. 60,000 ഇൻറ്റു 12% ഇൻറ്റു 6/12 ആ വർഷം മുഴുവൻ ഇവിടെ എക്സ് ഇല്ലല്ലോ. അപ്പോൾ 6 മാസത്തേക്ക് മാത്രമേ ഇൻട്രസ്റ്റ് കാണുള്ളൂ. അത് എത്രയാണ് 3,600 ആണ്. സോ 3,600 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അവസാനം എന്തുണ്ട് നമ്മുടെ ബാലൻസുള്ള എന്തുണ്ട്, യെസ് ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട്, അഥവാ ജനറൽ റിസർവ് ഉണ്ട് അല്ലേ. ജനറൽ റിസർവ് ആയി 24,000. ഈ 24,000 എത്ര ഷെയർ നമ്മുടെ എക്സിന് കിട്ടും 24,000 ഇൻറ്റു 3/6. എക്സിൻ്റെ ഷെയർ 3/6 ആണ്. അപ്പം 12,000 നമുക്ക് കിട്ടുകയുള്ളൂ. സോ എക്സിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് ബാലൻസ് ആണ് 12,000 നമുക്ക് ആർക്ക് കിട്ടി, എക്സിന് കിട്ടി. ഇത് ടോട്ടൽ ചെയ്യുമ്പം 60, 80, 90, 96, 105, 108.6, 118.6, 120.600. അപ്പം 1,20,600 ആണ് നമുക്ക് ടോട്ടൽ ഉള്ളത്. സോ അത് രണ്ട് സൈഡിലും ടോട്ടൽ 1,26,20,600 എഴുതാം. ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ ഒരു ഐറ്റവും ഇല്ല, ഡെബിറ്റ് സൈഡിൽ ഒരു ഐറ്റവും ഇല്ല, എല്ലാം ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പം എക്സിന് കിട്ടാനുള്ള എമൗണ്ട് ഉള്ളൂ, എക്സിന് കൊടുക്കാനുള്ള ഒരു എമൗണ്ടും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക, എക്സിൻ്റെ എക്സിക്യൂട്ടേഴ്സിന് എത്ര കിട്ടും, 1,20,600 കിട്ടും. അഥവാ എക്സിൻ്റെ മൊത്തം ബാലൻസ്. ഒന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ലോൺ അക്കൗണ്ട്, ഇതിൽ രണ്ടിലേതെങ്കിലും ഉറപ്പായിരുന്നു നിങ്ങളുടെ ഫൈനൽ എക്സാമിന് വരും. സെറ്റല്ലേ മക്കളെ, നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കാം. ഇനി നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.